ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ പരീക്ഷയായിരുന്നു. ആ പോലീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ഉത്തരം ഇടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഈ ക്യാമറ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആളില്ലായിരുന്നു. ക്വസ്റ്റ്യൻ കിട്ടാൻ താമസിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഞങ്ങൾക്ക് ഉത്തരം ഇടാൻ പറ്റാത്തതിൽ. ഏതായാലും അതിൻ്റെ ഉത്തരങ്ങൾ ഞങ്ങളിവിടെ പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ എല്ലായിടത്തും വന്നു കഴിഞ്ഞതാണ്. എന്നിരുന്നാലും ഇടുകയാണ്. അതെന്തിനാണ് ഇടുന്നതെന്ന് നിങ്ങൾ ചോദിക്കില്ലേ? കാരണം കഴിഞ്ഞ 35 വർഷമായി ഞാൻ ഒരു കടയിൽ നിന്നാണ് തുണി തയ്പ്പിക്കുന്നത്. അവിടെ തയ്പ്പിച്ചാൽ എനിക്ക് തൃപ്തിയുള്ളൂ. അതുപോലെ തന്നെ മുടി കട്ട് ചെയ്യുന്നത് ഒരു കടയിൽ നിന്നാണ്, എത്രയോ വർഷം കൊണ്ട്. എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. ആ കട അടച്ചിരിക്കുകയാണെങ്കിൽ അത് ഞാൻ തിരിച്ചു പോരും. അതേപോലെ നമ്മുടെ ഈ ചെറിയ ചാനൽ മാത്രം കാണുന്നവർ, അതിനെ ഇഷ്ടപ്പെടുന്നവർ, അതിൽ കണ്ടാലേ ഒരു തൃപ്തി വരൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ക്ലാസ് ഒന്നുകൂടി ഇടുക. ഈ പോലീസിൻ്റെ ക്ലാസ് ഇടുകയാണ്. അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വായിക്കുന്നത്. അത് വായിക്കാനായിട്ട് നമ്മുടെ ഒരു വിദ്യാർത്ഥിനി പൂജ, ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥയായ ഒരു വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടി പോലീസ് പരീക്ഷ എഴുതി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിന് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയാണ്. ഏകദേശം ഫുൾ മാർക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. PSCയുടെ ഫൈനൽ കീ വരേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരുന്നു. വിശേഷിച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ പുഷ്പരാജ് സാറിൻ്റെ നേതൃത്വത്തിൽ ആ ക്ലാസ് മുന്നോട്ട് പോയി. ഏകദേശം 7-8 മാസം പഠിപ്പിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും ഏറെക്കുറെ ഫുൾ മാർക്ക് കിട്ടി. എല്ലാവർക്കും ഏകദേശം 20, 19, 18 ആ റേഞ്ചിൽ എല്ലാവർക്കും വാങ്ങാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇംഗ്ലീഷും മറ്റു വിഷയങ്ങളുമൊക്കെ കുറേ എളുപ്പമായിരുന്നു. ഏതായാലും ഒരു 10-40 മാർക്കെങ്കിലും ഉള്ളവർ ഫിസിക്കൽ ചെയ്തു തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ ഈ ചോദ്യപേപ്പർ വായിച്ച് ഉത്തരം പറയാനായി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. ഇന്നലെ നടന്ന CPO WCPO എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് വായിക്കുന്നത്. കോഡ് ഡി കോഡാണ്. 58/2026 കാറ്റഗറി നമ്പർ. ചോദ്യം 1, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡി, ആമസോൺ മഴക്കാടുകൾ. ചോദ്യം 2, സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ സി, സമാശ്വാസ പദ്ധതി 4. ചോദ്യം 3, 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഉത്തരം ഡി, കാലാവസ്ഥാ നിരീക്ഷണം. ചോദ്യം 5, ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ഉത്തരം ബി, ബൈക്ക്. ചോദ്യം 5, മഴവില്ല് കാണുവാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെ ആയിരിക്കണം? ഉത്തരം ബി, നിരീക്ഷകന്റെ പിന്നിൽ. ചോദ്യം 6, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ബി, അനുച്ഛേദം 25 മുതൽ 28 വരെ. ചോദ്യം 7, 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? ഉത്തരം എ, 11. ചോദ്യം 8, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന? ഉത്തരം സി, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 കമ്മീഷണർമാരും അടങ്ങിയതാണ്. ചോദ്യം 9, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി? ഉത്തരം എ, 42ാം ഭരണഘടനാ ഭേദഗതി 1976. ചോദ്യം 10, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ബി, ഭാഗം 2. ചോദ്യം 11, വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വയ്ക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ ഉയരും? ഉത്തരം ഓപ്ഷൻ എ, 8 സെന്റിമീറ്റർ. ചോദ്യം 12, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ്? ഓപ്ഷൻ സി, രൂപാന്തരങ്ങളാണ്. 13, സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം? ഓപ്ഷൻ ഡി, 18.066 × 10⁻23. ചോദ്യം 14, സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മർദ്ദം 2 ബാർ ആകുമ്പോൾ വ്യാപ്തം 50 ലിറ്റർ, മർദ്ദം 1 ബാർ ആകുമ്പോൾ വ്യാപ്തം 100 ലിറ്റർ, മർദ്ദം 5 ബാർ ആകുമ്പോൾ വ്യാപ്തം 20 ലിറ്റർ.
ഈ പട്ടിക ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം എ ബോയിൽ നിയമം. ചോദ്യം 15. അമ്ലമഴയുടെ pH. ഉത്തരം ഡി 4-നും 5-നും ഇടയിൽ. ചോദ്യം 16. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഡി ഫ്രാൻസ്. ചോദ്യം 17. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം എ ദിയ ബിനു പുളിക്കക്കണ്ടം. ചോദ്യം 18. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അല്ലെങ്കിൽ ചുമതലകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ 4 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ചോദ്യം 19. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി? ഉത്തരം ബി 42-ാം ഭരണഘടനാ ഭേദഗതി. ചോദ്യം 20. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം സി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ചോദ്യം 21. മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ സി മാവോ സെ തുങ്. ചോദ്യം 22. ബ്രിട്ടീഷുകാർക്കായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ എ തോമസ് ജോൺ ബാർക്കർ. ചോദ്യം 23. കൊച്ചിയിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല? ഉത്തരം ഡി മലബാർ. ചോദ്യം 24. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത്? ഓപ്ഷൻ ഡി റഹ്മത്ത് അലി. ചോദ്യം 25. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം? ഉത്തരം സി 1921. ചോദ്യം 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക. 1. സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത. 2. സാമൂഹ്യനീതി, ആധുനികവൽക്കരണം. 3. വ്യവസായവൽക്കരണവും വാണിജ്യവൽക്കരണവും. ഉത്തരം 1ഉം 2ഉം മാത്രം. ചോദ്യം 27. കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃത ഒരു സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം സി കുടുംബശ്രീ. ചോദ്യം 28. 2016 നവംബർ 8-ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ടു നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? 1. കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന്. 2. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. 3. തീവ്രവാദത്തെ ചെറുക്കുന്നതിന്. ഉത്തരം മുകളിൽ പറഞ്ഞത് എല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ചോദ്യം 29. ഇന്ത്യൻ ഭരണഘടനാ ദിനം? ഉത്തരം എ നവംബർ 26. ചോദ്യം 30. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. 2. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. 3. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. 4. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കും. ഇവയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത് ഏതാണ്? ഉത്തരം സി ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കും. 31. പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ OV വിജയന്റെ കൃതികൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം 1. പ്രവാചകന്റെ വഴിയും. 2. ഗുരുസാഗരവും. 32. മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിക്കപ്പെട്ട ചിത്രം ഏതാണ്? മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ഉത്തരം ബി നിർമ്മല. ചോദ്യം 33. താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരെല്ലാം? ഉത്തരം 1 മോഹൻലാൽ, 4 രജനീകാന്ത്. 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി 1ഉം 4ഉം. ചോദ്യം 34. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ പി മാളവിക. കൊടുത്തിരിക്കുന്നവയിൽ തനതു നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാം? 1 കലി, 2 ദൈവത്താർ, 3 അവനവൻ കടമ്പ, 4 കന്യക. ഇതിൽ 1, 2, 3 ശരി. കലി, ദൈവത്താർ, അവനവൻ കടമ്പ എന്നിവയാണ് ശരി. ഓപ്ഷൻ സി 1, 2, 3 ശരി. ചോദ്യം 36. താഴെ നൽകിയിരിക്കുന്നവയിൽ ഒപ്പേക്ക് അംഗരാജ്യം അല്ലാത്തത്? ഓപ്ഷൻ എ അമേരിക്കൻ ഐക്യനാടുകൾ. ചോദ്യം 37. അകാൽ, ത്രികാൽ, ജൽക്കാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതിദത്ത ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വരൾച്ച. ചോദ്യം 38. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ നയങ്ങൾ കണ്ടെത്തുക.
ഒന്ന് ഘടനാപരമായ പരിഷ്കരണ നടപടികൾ, 2 സ്ഥിരത കൈവരിക്കുന്നതിനുള്ള നടപടികൾ, 3 തൊഴിൽപരമായ പരിഷ്കരണ നടപടികൾ, 4 ആസൂത്രണ നടപടികൾ. ഇതിൽ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ, 2 സ്ഥിരത കൈവരിക്കുന്നതിനുള്ള നടപടികൾ, ഇവ രണ്ടുമാണ് ശരി. ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ചോദ്യം 39. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെയാണ്. ചോദ്യം 40. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റ് പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷതകൾ ഏത്? ഉത്തരം ഡി. സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. ചോദ്യം 41. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി. മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകൽ. ചോദ്യം 42. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏത്? 1 ഡിമെൻഷ്യ, 2 അക്രോമെഗാലിയ, 3 ഒബീസിറ്റി, 4 അസിഡൻസ് ഡിസീസ്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി 3 ഒബീസിറ്റി. ചോദ്യം 43. ഒരു നാഡീകോശങ്ങളുടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ? 1 സോഡിയം, 2 മാംഗനീസ്, 3 പൊട്ടാസ്യം, 4 മഗ്നീഷ്യം. ഇതിൽ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി. സോഡിയവും പൊട്ടാസ്യവും. ചോദ്യം 44. ശരിയായ വാരിയെല്ലുകൾ എന്നത്? 1 മുതൽ 7 വരെ ജോഡികൾ വാരിയെല്ലുകൾ, 2 8 മുതൽ 10 വരെ ജോഡികൾ വാരിയെല്ലുകൾ, 3 11 മുതൽ 12 വരെ ജോഡികൾ വാരിയെല്ലുകൾ, 4 10 മുതൽ 12 വരെ ജോഡികൾ വാരിയെല്ലുകൾ. ഉത്തരം 1 മുതൽ 7 വരെ ജോഡികൾ വാരിയെല്ലുകൾ. ചോദ്യം 45. മനുഷ്യനേത്രത്തിലെ പീതബന്ധു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത്? ഉത്തരം ഓപ്ഷൻ ബി 2 കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. ചോദ്യം 46. ലോകത്തിലെ ഏറ്റവും വലിയ ത്രികോണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ. ചോദ്യം 47. സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം? എ ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്, ബി വിവരസാങ്കേതിക വിദ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ, സി അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനം ഏകോപനം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 48. ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണ്? ഓപ്ഷൻ ബി നിലക്കടല. ചോദ്യം 49. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത? ഉത്തരം എ 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. ചോദ്യം 50. ഹിമാലയ പർവ്വത നിരകൾക്കിടയിൽ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ഉത്തരം ഡി വൻകര സംയോജനം. ഇനി ചോദ്യം 51 മുതൽ 60 വരെ കണക്കാണ്. ചോദ്യം 51. 20ന്റെ 16ൽ 2% എത്ര? ഓപ്ഷൻ എ 3/10. ചോദ്യം 52. 14 + 6/2 × 4 - 3. ഉത്തരം ഓപ്ഷൻ സി 23. ചോദ്യം 53. 4x = 256 ആയാൽ എക്സിന്റെ വില എത്ര? ഓപ്ഷൻ ഡി 4. ചോദ്യം 54. 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? ഉത്തരം ബി 4. ചോദ്യം 55. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം എ 399. ചോദ്യം 56. ഡൽഹിയുടെ കോഡ് EFMIJ ആണെങ്കിൽ കൊല്ലത്തിന്റെ കോഡ് എന്ത്? ഉത്തരം ബി LPMMBN. ചോദ്യം 57. ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 25 ആണ്. പുതുതായി 3 ആളുകൾ കൂടി ചേർന്നതോടെ ശരാശരിയിൽ 2 വർഷത്തിന്റെ വർധനവുണ്ടായി. പുതിയതായി വന്ന 3 ആളുകളുടെ ആകെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 121. ചോദ്യം 58. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? ഉത്തരം 15ൽ 7. ഓപ്ഷൻ ബി 15ൽ 7. ചോദ്യം 59. സമാന ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. 563:7 196 എത്രയാണ്?
ഓപ്ഷൻ ഡി 8. ചോദ്യം 60. സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 7.5 ഡിഗ്രി. ഇനി ചോദ്യം 61 മുതൽ 70 വരെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 61. ദ ഇഡിയം ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ്. ഉത്തരം ബി ടു ഡു ഓർ സേ എക്സാക്ട്ലി ദ റൈറ്റ്. ചോദ്യം 62. മിസ്റ്റർ രാജു ആസ്ക് ഹിസ് ബ്രദർ ഹു ആർ യുവർ ഗസ്റ്റ്. റീറൈറ്റ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഉത്തരം ഓപ്ഷൻ സി മിസ്റ്റർ രാജു ആസ്ക് ഹിസ് ബ്രദർ ഹു ഹിസ് ഗസ്റ്റ് വെയർ. ചോദ്യം 63. വാട്ട് ഈസ് ദ റൈറ്റ് എൻഡിങ് ഓഫ് ദ സെൻറ്റൻസ്? ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഹിയർ. ഉത്തരം ഓപ്ഷൻ സി ഐ വുഡ് ഹാവ് മെറ്റ് യു. ചോദ്യം 64. മൈ അങ്കിൾ ഓഫേർഡ് മീ എ ഗിഫ്റ്റ് ക്യാൻ ബി റീറിട്ടൺ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ മീനിങ് ആസ്. ഉത്തരം ഓപ്ഷൻ എ ഗിഫ്റ്റ് വാസ് ഓഫേർഡ് ടു മീ ബൈ മൈ അങ്കിൾ. ചോദ്യം 65. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ് സൈൻ ഡൈ? ഉത്തരം ഓപ്ഷൻ എ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ്. ചോദ്യം 66. ദ ഫർണിച്ചർ ഡാഷ് ബ്രോട്ട് ഫ്രം ഇറ്റലി. ഓപ്ഷൻ സി വോസ്. ചോദ്യം 67. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ഐ ഹാവ് സ്റ്റേയിങ് സിംഗപ്പൂർ ഫോർ 10 years. ഉത്തരം ശരിയായത് ഐ ഹാവ് ബീൻ സ്റ്റേയിങ് സിംഗപ്പൂർ ഫോർ 10 years. ചോദ്യം 68. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡെഫിനിഷൻസ് മാച്ചസ് വിത്ത് ദ വേർഡ് ഫഡ്ഡി ഡഡ്ഡി? ഓപ്ഷൻ എ എ പേഴ്സൺ ഹു ഹാസ് ഓൾഡ് ഫാഷൻഡ് ഐഡിയാസ് ആൻഡ് ഹാബിറ്റ്സ്. ചോദ്യം 69. വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്പെൽറ്റ്. ഐഡന്റിഫൈഡ് ദ വേർഡ്. ഉത്തരം ഡി നൊക്ടേണൽ. ഇതിൽ ഇക്ക് പകരം എ ആണ് വരേണ്ടത്. ശരിയായത് NOCTURNAL എന്നാണ്, നോക്ടേണൽ. ചോദ്യം 70. അന്റോണിയം ഓഫ് റിപ്യൂഡിയേറ്റ്. ഉത്തരം ഓപ്ഷൻ ബി അക്സെപ്റ്റ്. ഇനി 71 മുതൽ 80 വരെ മലയാളം ചോദ്യങ്ങളാണ്. 71. തപചര്യ പിരിച്ചെഴുതുക. ഉത്തരം ബി തപ പ്ലസ് ചര്യ. ചോദ്യം 72. ശരിയായ വാക്യം ഏത്? ഉത്തരം എ ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റ് തിരുത്തണം. ചോദ്യം 73. ശീകരം എന്ന വാക്കിന് സമാന പദം ഏത്? ഉത്തരം സി ജലഗണം. 74. അമ്പ് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഉത്തരം ബി അജീരം. 75. നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉത്തരം ബി ഉണ്ടച്ചോറ്റിൽ കല്ലിടുക. ചോദ്യം 76. ഈ അധികം തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഓപ്ഷൻ സി ഇത്തരം. ചോദ്യം 77. അണിയം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ അമരം. ചോദ്യം 78. ശരിയായ പദങ്ങൾ കണ്ടെത്തുക. 1 കൂപമണ്ഡൂകം, 2 ആജാനബാഹു, 3 കൃത്യനിഷ്ഠ, 4 തപസി. ഇതിൽ ഓപ്ഷൻ ബി 1, 2, 4 ശരി, 3 തെറ്റ്. ചോദ്യം 79. സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള പദം ഏത്? ഉത്തരം ബി കരിങ്കാലി. ചോദ്യം 80. മൂസത്ത് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഉത്തരം എ മനയമ്മ. ഇനി 81 മുതൽ 100 വരെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ചോദ്യം 81. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2(1)H പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? പരാതി നൽകേണ്ടത് മജിസ്ട്രേറ്റിനാണ്. ഉത്തരം എ മജിസ്ട്രേറ്റ്. ചോദ്യം 82. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര വകുപ്പുകളുണ്ട്? ഉത്തരം ഡി 170. ചോദ്യം 83. ഭാരതീയ സാക്ഷ്യ അധിനിയം വകുപ്പ് 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ. ചോദ്യം 84. മരണമൊഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BSA വകുപ്പ്? ഉത്തരം ഓപ്ഷൻ എ 26 ചോദ്യം 85. 2011 പോലീസ് ആക്ട് വകുപ്പ് 29 പ്രതിപാദിക്കുന്ന വിഷയം? ഉത്തരം ഡി ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം. ചോദ്യം 86. വിവരസാങ്കേതിക നിയമപ്രകാരം കുട്ടികളുടെ ഓൺലൈൻ ലൈംഗിക ചൂഷണം തടയുന്നതിനുള്ള വകുപ്പ് ഏത്? ഉത്തരം ഡി വകുപ്പ് 67B. ചോദ്യം 87.
പോക്സോ നിയമത്തിലെ വകുപ്പ് 16 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പ്രേരണ നൽകൽ എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി. ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവം സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ചോദ്യം 88. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കുന്നതിൽ ഉൾപ്പെടുന്നത് ഏത്? എ. കുട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കൽ. ബി. വിലാസം പ്രസിദ്ധീകരിക്കൽ. സി. ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 89. വിവരം എന്ന പദത്തിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏവ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ രേഖകൾ, ഓപ്ഷൻ ബി ഇമെയിലുകൾ, ഓപ്ഷൻ സി ഇലക്ട്രോണിക് രേഖകൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 90. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി വിവരം സംബന്ധിച്ച് ശരിയായ നടപടി ഏത്? ഉത്തരം എ. മൂന്നാം കക്ഷിയെ ആലോചിക്കുക. ചോദ്യം 91. ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഉത്തരം ബി 20. ചോദ്യം 92. ഭാരതീയ ന്യായ സംഹിതയിൽ സംഘടിത കുറ്റകൃത്യം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്? ഉത്തരം ഓപ്ഷൻ ഡി വകുപ്പ് 111. ചോദ്യം 93. ഭാരതീയ ന്യായ സംഹിതയിൽ ചെറിയ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ? ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി സേവനം പുതുതായി ഉൾപ്പെടുത്തിയതാണ്. ചോദ്യം 94. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കോഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. ചോദ്യം 95. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? ഉത്തരം ഡി സെഷൻസ് കോടതി. ചോദ്യം 96. പോലീസ് പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 പോലീസ് ആക്ട് വകുപ്പ് ഏതാണ്? ഉത്തരം എ വകുപ്പ് 55. ചോദ്യം 97. കേരള പോലീസ് ആക്ട് 118 പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് ചോദ്യം 97. കേരള പോലീസ് ആക്ട് 118 പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ? ഓപ്ഷൻ എ 3 വർഷം തടവ് 10,000 രൂപ പിഴ. ഉത്തരം ഓപ്ഷൻ എ 3 വർഷം തടവ് 10,000 രൂപ പിഴ. ചോദ്യം 98. NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ബാധകമായത് ഏത്? എ വർദ്ധിത ശിക്ഷ, ബി കർശന ശിക്ഷാ നടപടികൾ, സി കൂടുതൽ ഗുരുതര ശിക്ഷ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 99. വിവരസാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് എന്തായി കണക്കാക്കുന്നു? ഓപ്ഷൻ ബി ഐഡന്റിറ്റി തട്ടിപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ഐഡന്റിറ്റി തട്ടിപ്പ്. അവസാനത്തത് ചോദ്യം 100. NDPS നിയമപ്രകാരം കുറ്റം ചെയ്യാനുള്ള ശ്രമം ശിക്ഷാർഹമാകുന്ന വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് 28. 58/2026 ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് പറഞ്ഞത്. PSC ആൻസർ കീ വരുമ്പോൾ ഈ ചോദ്യങ്ങളിലെ ഉത്തരങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ച അടുത്ത ക്ലാസ്സുകളിൽ കാണുന്നതാണ്.